മാപ്പൊന്നും പറയണ്ട, പൊക്കോ. ഇനിയിപ്പോ അടുത്ത ആഴ്ച വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. എനിക്ക് 2-3 ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ആനയില്ലയോ അത്? അരിക്കൊമ്പന. എനിക്ക് അരിയുമായിട്ട് വരുന്ന ഇവന് ഇപ്പൊ ഒരു 6 മാസമായിട്ട് അരി കൊണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് താമസിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. അത് ശരി. നാട്ടിൽ അങ്ങനെ പരക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ ആന അരി എടുത്തോണ്ട് വന്ന് എവിടെ കൊണ്ടുപോകാന്ന്? ശരിക്കും പറഞ്ഞ ഈ അരിക്കൊമ്പൻ അരി കൊണ്ട് തന്നോരുത് എനിക്കാ. നിങ്ങൾ ഇനി നാട്ടിൽ പോയതും പുറത്ത് പറയാൻ നിൽക്കണ്ട. ആനയും പുലിയും ഒക്കെ വരുന്നത് എങ്ങനെങ്കിലും ഞങ്ങളെ ഈ നാട്ടിലോട്ടൊന്ന് ആക്കി തരാമോ? ഇന്നിനിപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നിവിടെ കൂടി നമുക്ക് കരീമിന്റെ പാട്ടൊക്കെ കേട്ട് ഷേർലിയുടെ ഡാൻസ് ഒക്കെ കണ്ട് നാളെ പോവാം. കരീമൊക്കെ ആരാ? നാട്ടിൽ നിന്ന് വരുന്നവരാണോ? കരിമ്പുലി, മലമ്പാമ്പ്, അവിടെ ചില പുഴുവടി ഡാൻസ് ഉണ്ട്. പൂറ്റ് സാധനമാണ്. വന്ന് എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. എടി വിശക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്തോ എടുത്തിട്ട് വരാനാ? ഈ ചെറുക്കനോട് ചോദിച്ചു വല്ലതും ഉണ്ടോന്ന്. മോനെ, ഈ അമ്മച്ചിക്ക് വിശന്നിട്ട് പോയാ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് ഇവിടെ വീണതാ. എന്റെ തിന്നായിരിപ്പുണ്ടോ? പിടിയിറച്ചി വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ഈ വാ കൊണ്ട് വെക്കുന്നല്ലാതെ ഇതുവരെ നേരിട്ട് വെച്ചിട്ടില്ല. എന്തോ ചെയ്യും? പൈസ കയ്യിലുണ്ടായിട്ടുണ്ടെന്ന് എന്ത് കാര്യം? പട്ടിണി കിടന്ന് ചാവാനാന്നല്ലോ വിധി. എന്റെ തമ്പുരാനെ, പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്? പൈസ ഇല്ലല്ലോ. ഉണ്ടായിട്ടും പൈസ ഉണ്ടെന്ന് പൈസ ഇല്ലെന്ന് എന്റെ കള്ളത്തിനും പറയരുത്. അയ്യോ എന്റെ പൊന്നുമോനെ, ഇയാൾ അറുപിശക്കനാ. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. അവിടുന്ന് എവിടെ പോയാലും കള്ളേ പറയൂ. പൈസ എപ്പോ ഉണ്ടോ? പൈസ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്നും എടുക്കുന്ന പോലെ പൈസ എടുത്തിട്ടില്ല. വെറും 5 ലക്ഷം രൂപയെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. 5 ലക്ഷം രൂപ കുറവാ. 5 ലക്ഷം രൂപയും കൈ വെച്ചിട്ട് രണ്ടുപേരും കൂടെ കാട്ടി വന്നിരിക്കുക. അത് എന്റെ പൊന്നമ്മാവ, നിങ്ങൾ ഈ കാട്ടിലൊക്കെ ഈ വയസ്സാം കാലത്ത് ഇത്രയും പൈസ ആയിട്ട് വന്ന് പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കൊള്ളക്കാരന്മാർ വന്ന് കൊള്ളയടിച്ചാൽ എന്ത്? ഇനിയിപ്പോ എന്ത്? എനിക്കാണെങ്കിൽ മൃഗസ്ത്രീക്ക് പോവുകയും വേണം. അയ്യോ, നിങ്ങൾ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനും പറ്റും. ഇത്രയും പൈസ നിങ്ങളുടെ കൈയിരിക്കല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഏതെങ്കിലും കൊള്ളക്കാരന്മാർ നിങ്ങളെ കൊള്ളയടിക്കാൻ വന്നാൽ അവരെ പ്രതിരോധിക്കേണ്ട എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് തരാം. അതൊക്കെ വേണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് വേണം, അതിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയൂ. എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരു കൊള്ളക്കാരനാകാം. ആട്ടെ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അപ്പോ നിങ്ങളുടെ അടുത്ത് പ്രതിരോധിക്കാൻ വന്നാൽ മതി. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് അങ്ങോട്ട് മാറി നിന്ന് കണ്ടോളൂ. ശ്രദ്ധിച്ച് കണ്ടോണം. സത്യം പറയടാ, കാശും പണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നു? ഈ ബാഗിനകത്തിലായിരിക്കുന്നേ. എടാ, ഒരു കൊള്ളക്കാരൻ വന്ന് ചോദിക്കുമ്പോ ഇങ്ങനാണോ പറയുന്നത്? പിന്നെ കൊള്ളക്കാരൻ വന്ന് ചോദിക്കുമ്പോ കാശും പണവും ഉണ്ടെന്ന് പറയരുത്. അപ്പൊ ഇല്ലെന്ന് പറയണോ? ഇല്ലെന്ന് പറയണം. അതായത് ഞാനിപ്പോ കൊള്ളക്കാരനായിട്ട് വന്ന് നിങ്ങളോട് ചോദിക്കും കാശും പണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആയൊക്കെ പിടിച്ചോ, കാശും പണമൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് എന്താ നിന്റെ ചോക്കേടാ? ആദ്യം പറഞ്ഞു ഇല്ലെന്ന് പറയണം, പിന്നെ പറഞ്ഞു ഉണ്ടെന്ന് പറയണം. നിനക്കിപ്പോ എന്താണ് വേണ്ടേ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെന്ന് വെച്ചപ്പോ എന്റെ അടുത്ത് ദേഷ്യപ്പെടുക. കാര്യം ഞാൻ പറയാം. പൈസ എവിടെ? പൈസ എവിടെ ഉണ്ട്? പൈസ എടുക്ക്. നെക്ലസ് എടുക്ക്. മനസ്സിലായി? ഇങ്ങനെ കാശും പണവും മേടിച്ചോണ്ട് പോകുന്നതാണ് ഇതിന്റെ ക്ലൈമാക്സ്. അതെപ്പോഴും ഓർമ്മയിരിക്കണം. ഓക്കെ, എന്നാ നീ ഇപ്പൊ ഞങ്ങളുടെ ഈ കാശും പണം കൊള്ളയടിച്ചോണ്ട് പോകുന്നതല്ലേ നീ കാണിച്ചുള്ളൂ. ഈ കൊള്ളക്കാരനെ നീ കാശും പണം തിരിച്ചു വാങ്ങിക്കുന്നത് എങ്ങനെയാന്ന് നിനക്കറിയാവോ? ദേശാമേ, കാണിച്ചു കൊടുക്കടി. പ്രഭാതഭേരി. സമ്പതി വാർത്ത സുഗന്ധ ഭരതവാണിജ്യ സാഗര. അവന്റെ സാഗര. അവനെ അയ്യോ അയ്യോ, ദേശാമേ മുറുക്കി പിടിച്ചോണേ. അയ്യോ അയ്യോ, പോയേ പോയേ പോയേ. എന്റെ കാക്കമ്മയുടെയും കുയലിന്റെ കുടുംബം പോയേ. എടാ, അതുകൊണ്ട് ഒരു കുടുംബഹനം ഇല്ലാതായില്ലോടാ. താനെന്ത് പണിയാണോ കാണിച്ചത്? എടോ, ഞാൻ പറഞ്ഞതാണോ ഇത് എടുത്തോണ്ട് ഞാൻ പോകുന്നതാണ് ക്ലൈമാക്സ് എന്ന്? പിന്നെ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങളോട് മാറ്റി കളിക്കാൻ. ഓനെ, അത് ക്ലൈമാക്സ്, ഇത് ആന്റി ക്ലൈമാക്സ്. അമ്മ